അമ്പലപ്പുഴയിൽ UDF പിന്തുണയുണ്ടെന്ന് ആദ്യമായി സ്ഥിരീകരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ നാളെ പത്രിക സമർപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഫേസ്ബുക്ക് കുറിപ്പിലാണ് UDF സ്വതന്ത്രൻ എന്ന് ജി സുധാകരൻ വ്യക്തമാക്കിയത്. കളക്ട്രേറ്റിൽ നിന്ന് ജാഥയായെത്തി പത്രിക സമർപ്പിക്കും എന്ന് ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഒടുവിൽ അശ്വിൻ, ജി സുധാകരൻ UDF സ്വതന്ത്രനായി തന്നെ മത്സരിക്കും. അത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ജി സുധാകരൻ തന്നെയാണ്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് ഏറ്റവും അടിയിലായി ബ്രാക്കറ്റിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF പിന്തുണ എന്നുള്ളതാണ് ജി സുധാകരൻ കുറിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും ആരുടെയെങ്കിലും പിന്തുണ തേടുന്നുണ്ടോ, UDF ഔദ്യോഗികമായി പിന്തുണ നൽകിയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ക്ഷുഭിതനായി പ്രതികരണം നൽകിയ ജി സുധാകരൻ അവസാനം പറഞ്ഞത് ആ UDF പിന്തുണ നൽകുന്നുണ്ടോ എന്നത് അവരോട് ചോദിക്കണം, അവരാണത് പറയേണ്ടത്, UDFന്റെ പാർട്ടി ഓഫീസിൽ പോയി ചോദിക്കൂ എന്നുള്ളതായിരുന്നു മറുപടി. എന്തായാലും UDF ഇത് ഔദ്യോഗികമായി ഇത് പറഞ്ഞിട്ടില്ല. രമേശ് ചന്ദ്രയുടെ ഇന്ന് രാവിലത്തെ പ്രതികരണത്തിലും ആലോചിച്ച ശേഷം തീരുമാനം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ പിന്തുണ ജി സുധാകരനുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എന്നുള്ള നിലയിൽ ഇട്ടിരിക്കുന്നത്. നാളെ 12:30-ക്കും 1:30-ക്കും ഇടയിലുള്ള സമയത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഒപ്പം അതിന് പിന്നാലെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീരദേശം വഴി ഒരു റോഡ് ഷോ നടത്തും എന്നുകൂടി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചുമരെടുത്തോ റോഡ് ഷോയോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ പോലും രൂപീകരിക്കില്ല എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെ വരെയുള്ള ഈ സുധാകരന്റെ നിലപാട്. എന്നാൽ UDF പിന്തുണയ്ക്ക് പിന്നാലെ ആ തരത്തിലുള്ള എല്ലാ പ്രചരണ പരിപാടികളും ഏറ്റെടുക്കുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു. എന്തായാലും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച UDF സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ തന്നെ പ്രചരണ പരിപാടികൾ തുടരാനാണ് ഈ സുധാകരന്റെ തീരുമാനം. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വെറും ഒരു സ്ഥാനാർത്ഥിത്വമല്ല, ജയിക്കാൻ ഉറച്ചുള്ള മത്സരം, അതുതന്നെയാണ് ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.